എന്തേ എന്ത് അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ട പേപ്പർ കാണില്ലേ? മാസം സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് കേൾക്കണ്ട. നിയമമാണെന്ന് ഞാൻ ചോദിച്ചുള്ളൂ. ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിന് നടപടിക്രമങ്ങളുണ്ട്. അറസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത പേപ്പർ കാണിക്കുക, അറസ്റ്റ് ചെയ്ത പേപ്പർ കാണിക്കുക. രേഖപ്പെടുത്തിയില്ലേ? പിന്നെ സന്ദേശം കാണിക്കുന്നത് പിന്നെന്താ? കൈ ലോൺ മേടിച്ച് വെക്കാനോ? എടുക്കേ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ. എടുക്കേ അയാളൊക്കെ ഇതെന്താ തോന്നിയാസാ? മനുഷ്യരെ ക്ഷമിക്കുന്നതിനും സഹായിക്കുന്നതിനും പരിധികളുണ്ട്. മനസ്സിലായല്ലോ? പരിധികളുണ്ട്. അവിടെ മനുഷ്യൻ ചാകാൻ തുടങ്ങുക. ആരെ കയറി കളിക്കാൻ തുടങ്ങിയേക്കുന്നു പോലീസാന്ന് പറഞ്ഞ് കത്തിക്കും. രണ്ടാമത് ഇവിടെ നക്സലുകൾ വരും. മനസ്സിലായോ? നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത്? എടാ അവിടെ ജനങ്ങൾ പ്രതിഷേധിച്ച് നിൽക്കുക. ആന വന്നിറങ്ങുന്നത്. എന്നിട്ട് പാവങ്ങളെല്ലാം പിടിച്ചോണ്ടെങ്കിൽ പോരുക. എന്നിട്ട് നിങ്ങൾക്ക് യഥേഷ്ടം പ്രതിയാക്കുക. എന്ത് ചെയ്യാനെന്ത് നിങ്ങൾ കസ്റ്റഡി താണെന്ത് വാ. നിനക്കെന്താ എത്ര റോള്? നിനക്കെന്താ റോള്? എന്തിനാ നിന്നെ വിളിച്ചോണ്ട് വന്നേ? ആനക്കെ ആന ചത്തു. നീ എന്ത് ചെയ്തു? ഏതാ അല്ല, എനിക്ക് അങ്ങനെ തീർക്കൊന്നും വേണ്ട. എനിക്ക് കൊടുത്തതിന്റെ ഔദാര്യം വേണ്ട. ഇന്നലെ ഇവരെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഞാൻ ഉയർന്ന ഫോറസ്റ്റ് ഓഫീസറുമായി സംസാരിച്ച് ഈ കാര്യത്തിൽ വ്യക്തത എടുത്തോളാം. തോന്നിയ നിന്നെ പണിയിപ്പിക്കുന്ന ആരാന്ന് എനിക്കറിയാം. മനസ്സിലായല്ലോ? അതിന് വ്യക്തത വരുത്താം. എടാ ഇവർക്ക് ആന ചത്തു. ആന ചത്തെങ്കിൽ അതിനെന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അവർ ഇലക്ട്രിസിറ്റി റിപ്പോർട്ട് വാങ്ങണ്ടേ? ഇലക്ട്രിസിറ്റിക്കാർ പോയി പരിശോധിച്ചു. ഞാൻ അവരോട് സംസാരിച്ചു. ഒരു സാധ്യതയില്ല സാറേ എന്ന് പറഞ്ഞ് അവിടെ കറണ്ട് കൊടുക്കാൻ ഒരു സാധ്യതയില്ലെന്ന്. പിന്നെ എങ്ങാനും ഈ പാവം പിടിച്ചോ, അവൻ ഈ നാട്ടുകാരനല്ലല്ലോ. അവൻ ഇവരെ ഓരോ അറിയിക്കണമെന്ന്. നിനക്കൊക്കെ എന്താ പണി? എന്താ നിനക്കൊക്കെ എന്താ പണി? എന്താ പണി? പോണമെന്നേ. കണ്ണു വച്ച് ഇവിടെ ഇരിക്കല്ലേ. ഫീൽഡിൽ പോകണം. ഫീൽഡിൽ പോയി നോക്കണം. മനസ്സിലായോ? എന്നിട്ട് കള്ളക്കേസ് എടുത്ത് പാവത്തിന് ജയിലിലടക്കാൻ. സാറേ ഇവന്റെ ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. ഞാൻ പോലീസിനെ വിളിച്ചത് നിയമപരമായി. എനിക്ക് വേറെ ഒന്നും വേണ്ട. നിയമപരമായി ചെയ്യാൻ വേണ്ടിയാണ്. എനിക്ക് ഞാൻ പോലീസിനെ വിളിച്ച ആരെ വീഡിയോ എടുക്കാൻ വീഡിയോ എടുക്കരുത്. എനിക്ക് വേറെ ഒന്നും വേണ്ട. നിയമപരമായി സഹായം വേണം. ഈയിടെ അനധികൃതമായിട്ടാണല്ലോ പ്രശ്നം എടുത്തേക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവച്ചിട്ടല്ല പ്രൊസീജിയർ. ആദ്യം അയാളോട് ചോദിച്ചിട്ട് അയാൾ അതിന് വെയിറ്റിംഗ് ആയി. അയാൾ പറഞ്ഞ കാര്യങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പാകത്തിലുള്ളതാണെന്ന് പറഞ്ഞു. നമ്മൾ അതിന്റെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. നിലവിൽ അയാൾ അറസ്റ്റിലാണോ? നിലവിൽ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ അയാൾ നിലവിൽ അറസ്റ്റിലല്ല. നിങ്ങൾ അയാളെ കസ്റ്റഡി എടുത്തപ്പോൾ നോട്ടീസ് കൊടുത്തു. അത് അയാളടുത്ത് ഒന്ന് ചോദിച്ച് അയാൾ അതിനകത്ത് എന്തെന്ന് ഇൻവോൾവ് ആവണമെന്ന് തോന്നിയത് കൊണ്ട്. അല്ല നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങൾ ഇൻവോൾവ് ആണോ? എടാ അയാൾ എന്ത് ഇൻവോൾവ്? എടാ അയാൾ എന്ത് ഏതെന്താ കുറ്റം ചെയ്തത്? അതെ അയാൾ ഒരു പാവം പിടിച്ചോ അവിടെ വന്ന് എന്റെ ക്വസ്റ്റ്യൻ നിയമപരമായിട്ടാണ് ഇതിനെ കസ്റ്റഡി എടുത്തേക്കുന്നത്. ഡിവൈസ് റെക്കോർഡ് നോക്കിട്ട് റെക്കോർഡ് നോക്കൂ. എന്തൊക്കെയാണ് എന്നെക്കാട്ട് കൂടുതൽ അറിയാമല്ലോ. നമ്മള് കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇയാളുടെ മൊഴിയെടുത്ത് ഇയാളുടെ മൊഴിയെടുത്തിട്ട് നമ്മൾ ഫോട്ടോ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതെല്ലാം അതിന് മുമ്പ് ചെയ്യണം. നിലവിലായ പ്രതിയല്ല.